نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء حين البأس أولئك الذين صدقوا وأولئك هم المتقون صدق الله العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 23ാമത്തെ നോമ്പാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് അവസാനത്തെ 10 എന്ന് പറയുന്നത്. അതിൽ അവസാനത്തെ ദിവസം വരെ അടിയുറച്ച് അതിന്റെ പൂർത്തീകരണം വരുത്തുന്നവരാണ് യഥാർത്ഥത്തിൽ നോമ്പിനെ യഥാവിധം ഉപയോഗപ്പെടുത്തി അതിന്റെ നേട്ടങ്ങൾ കൊയ്തെടുത്തവരെന്ന് പറയുന്നു. ഇസ്ലാമിന് അങ്ങനെ ഒരു സംഗതിയുണ്ട്. നമസ്കാരം ഉൾപ്പെടെ ഇഹ്സാനോടുകൂടി കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതിന് നാശമാണ്. വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ്. അതേപോലെ നോമ്പ്, ഭൂരിപക്ഷ നോമ്പുകാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുവാൻ കമ്മിൻ സായിമിൻ എന്നൊരു പ്രയോഗം പ്രവാചകൻ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നോമ്പുകാരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടില്ല. അവസാനത്തെ 30 നോമ്പുണ്ടെങ്കിൽ ആ 30ന്റെ അവസാനത്തെ നിമിഷം ഉൾപ്പെടെ പൂർത്തിയാക്കുവാൻ നമ്മൾ പ്രത്യേകം ബോധവാന്മാരായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അതിന്റെ നേട്ടങ്ങൾ പൂർത്തിയായി നേടിയെടുത്ത മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സാമ്പത്തികമായ മേഖല ശുദ്ധീകരണം ഉറപ്പുവരുത്തേണ്ടത്.
ശുദ്ധീകരണം പൂർത്തിയാക്കാത്ത ഒരാളിന് രക്തസാക്ഷിയായാൽ പോലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഒരാൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, ആ ബാധ്യത അയാൾ കൊടുത്തു വീട്ടിട്ടില്ല എങ്കിൽ, കടമുണ്ട്, കടം ഉണ്ടെങ്കിൽ അയാൾക്ക് പുറത്തു കൊടുക്കില്ല. അയാൾ രക്തസാക്ഷിയായാൽ പോലും അയാൾക്ക് അവസരം കിട്ടി രണ്ടാമതും അദ്ദേഹം രക്തസാക്ഷിയായാൽ എങ്കിൽ പോലും, മൂന്നാമത് അവസരം കിട്ടിയപ്പോൾ മൂന്നാമതും രക്തസാക്ഷിയായി എങ്കിൽ പോലും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയില്ല, സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുമായിട്ടുള്ള ഇടപാടല്ല, അത് മനുഷ്യനുമായിട്ടുള്ള ഇടപാട് ക്ലിയർ ആക്കിയിരിക്കണം. നമ്മളും അത് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കൊരാൾ പൈസ തരാനുണ്ട്, ആ പൈസ നമുക്ക് അനിവാര്യമുള്ള കാര്യമാണ്, അയാൾക്കത് തരാനും കഴിയും, തരൂല. എന്നിട്ട് അയാൾ എത്ര നിസ്കരിച്ചാലും, നമ്മൾ എത്ര നിസ്കരിച്ച് ദിക്ർ ചൊല്ലി എത്ര നോമ്പ് കടന്നു പോയാലും കള്ളനാണ് അയാൾ. ആ കള്ളത്തരത്തിന് ഒരിക്കലും നമ്മൾ കൂട്ടു നിൽക്കുകയില്ല, അള്ളാഹു കൂട്ടു നിൽക്കുകയില്ല. അപ്പൊ ഹക്കിടപാടുകൾ വീട്ടണം. ഫിത്ർ സക്കാത്തൊക്കെ ഉൾപ്പെടെ അത് കൊടുത്തിട്ട് അന്നത്തെ ദിവസം പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഒരാളും. അതിലുൾപ്പെടെ പങ്കാളിയായവനെ ഈ നോമ്പും അതുപോലുള്ള ഇടപാടുകളൊക്കെ നടത്തേണ്ടതുള്ളൂ. നമ്മളൊരു കമ്പനിയുടെ ഉദാഹരണം പറഞ്ഞാൽ, കമ്പനിയിലേക്ക് വരല് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിയമങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അപ്പോഴേ ആ കമ്പനി അതിനെ അംഗീകരിക്കുകയുള്ളൂ. മാത്രമല്ല കുറച്ചും കൂടി ഇഹ്സാനോട് കൂടി ചെയ്യും വേണം. അപ്പോഴേ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് അള്ളാഹു എന്ന്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു ബോധം നമ്മൾ എപ്പോഴും നമ്മളിൽ ഊട്ടി ഉറപ്പിക്കാനുള്ളതാണ് നമ്മളുടെ ജീവിതം. അത് അവസാനത്തെ റമദാൻ ആണെങ്കിൽ അങ്ങനെയാണ് എന്ന് തന്നെ വിചാരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് അവസാനത്തെ റമദാൻ പോലും അങ്ങനെ വിചാരിക്കാനുള്ള അവസരം കൊടുക്കുകയില്ല അള്ളാഹു. ഒരു പ്രകൃതി നിയമമാണ്. അയാൾ ബോധപൂർവം അത് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരുന്നത് എന്റെ അവസാനത്തെ റമദാൻ ആണ് എന്ന്. കാരണം ഏതോ ഒന്ന് അവസാനത്തെ റമദാൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം KMCC-യുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം തൊട്ടു തലേ ദിവസം നാട്ടിൽ പോയി വന്നതാ. പിറ്റേന്ന് വന്ന ഒരു ദിവസമായിട്ടില്ല, പൂർത്തിയായിട്ടില്ല. അദ്ദേഹം സുഹൃത്തിനെ കൂട്ടാൻ പോയി, ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ പിറ്റേന്ന് പുലർച്ചയോടുകൂടി മയ്യത്ത് കബറടക്കപ്പെട്ടു. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിന് മുതൽ പ്രായം കൂടിയതുകൊണ്ടൊന്നുമല്ല. അപ്പോ അതൊരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ സത്യസന്ധമായി തലകുനിക്കുന്നില്ലെങ്കിൽ അയാളാണ് ഈ ആകാശഭൂമികൾ ഏറ്റെടുക്കാത്ത ഈ അമാനത്തെ ഏറ്റെടുത്തിട്ട് അന്നഹുക്കാനോ വലുമൻ ജഹൂല, അതിനോട് ലാലിമും ജാഹിലുമായി വർത്തിച്ചവൻ എന്ന് പറയും. എന്നാൽ ഇത് നമ്മൾ ഈ രീതിയിൽ അതിനെ കാണാൻ നമ്മൾ ശ്രമിച്ചാലോ അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അയാൾക്ക് അതിൽ ഭയങ്കര പുരോഗതി കൊടുക്കും. അയാൾ ഇനി എത്ര സാധാരണ ചില കർമ്മങ്ങൾ ചെയ്ത ആളാണെങ്കിലും അള്ളാഹു ഈ ഒരു ബോധമുള്ളവനാണ് എങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു മനുഷ്യൻ 99-100 ആളെ കൊന്നവൻ ഈ ബോധത്തിലേക്ക് വന്നാൽ അയാളും സ്വർഗത്തിലാണ്. ഈ ബോധമാണ് ഇസ്ലാമിന്റെ മർമ്മം. അപ്പോൾ ഈ അർത്ഥത്തിൽ ശുദ്ധീകരണം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് സക്കാത്ത് എന്നൊക്കെ പറയുന്നത് ചർച്ച വേണ്ടതില്ലാത്ത ഒരു ബോറാണ്. അപ്പൊ തന്നെ ഉറക്കം തുടങ്ങും ആളുകൾ. ഇതാണ് ഇസ്ലാമിന്റെ സക്കാത്തിന്റെ സ്ഥിതി. നമസ്കാരം കേട്ടാലും മടുപ്പ് വരില്ല, അതേപോലെ നോമ്പ് കേട്ടാലും ഒന്നും മടുപ്പ് വരില്ല മൂപ്പര്. പക്ഷെ മൂപ്പര് സക്കാത്ത് കേൾക്കുമ്പോഴേക്കും ഉടനെ അതിപ്പോ എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്ന് ഉടനെ മൂപ്പര് ചിന്തിക്കാൻ തുടങ്ങാം. ഒരിക്കലും എന്നെ ബാധിക്കാനും പോകുന്നില്ലല്ലോ എന്നാണ് മൂപ്പരുടെ ചിന്ത. ആ രീതിയിൽ അകറ്റി വെച്ചിരിക്കുന്ന ഒരു മഹാകർമ്മമാണ് ഇസ്ലാമിന്റെ സക്കാത്ത്. അല്ലാഹു ആണെങ്കിലോ നമസ്കാരത്തോട് തന്നെ ചേർത്തത് പറഞ്ഞിരിക്കുന്നു. അഖീമു സ്വലാത്ത് പറഞ്ഞെടുത്തൊക്കെ 27 ഇടങ്ങളിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാ പണ്ഡിതന്മാർ പറയുന്നത്. ഖുർആൻ ഇഖാമു സ്വലാം ഇതാഉ സക്കാത്ത് എന്ന് പറഞ്ഞു ചേർത്ത് വെച്ച്. അപ്പോൾ ദീനിന്റെ നോക്കൂ നിങ്ങൾ, അസില് പോലും തള്ളിക്കളയാണ് സക്കാത്തിന്റെ കാര്യത്തിൽ. എന്നിട്ട് ആർക്കും യാതൊരു ചൊറിച്ചിലുമില്ല. ഇപ്പൊ സംഘടിതം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. സംഘടിതമായിട്ടൊന്നും കൊടുക്കേണ്ടതില്ല. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? ഇത് വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, ഇസ്ലാമിക സ്തംഭങ്ങളിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലാണ് അയാൾ പറഞ്ഞതെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ എന്തും പറയാം, ആരും അതിനെ ചോദ്യം ചെയ്യാനൊന്നുമില്ല. ഏതൊരുത്തനും എങ്ങനെയും പറയാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാം അറിയണ ഒരാൾക്ക് തിരിയല്ലോ ഈ ചങ്ങാതി നോമ്പ് സംഘടിതമാവേണ്ടതില്ല, ഹജ്ജ് സംഘടിതമാവേണ്ടതില്ല, നമസ്കാരം സംഘടിതമാവേണ്ടതില്ല, ഷഹാദത്തുൽ ഹക്ക് സംഘടിതമാവേണ്ടതില്ല എന്നൊരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള വർത്തമാനമാണ്. എന്നാൽ ഇതൊക്കെ സംഘടിതമാണെന്ന് അംഗീകരിക്കുകയാണ്. ഷഹാദത്തുൽ ഹക്ക് ലാ ഇസ്ലാമില്ല ബിൽ ജമാഅ എല്ലാവരും പറയാറുള്ള ഒരു സംഘടിതമായിട്ടല്ലാതെ ഇസ്ലാമില്ല എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. റസൂൽ അങ്ങനെ തന്നെ കാണിച്ചു തന്നിട്ടുള്ളൂ എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെ നോമ്പും അങ്ങനെ തന്നെയാണ്, നമസ്കാരവും അങ്ങനെ തന്നെയാണ്. ഇവിടെ പള്ളിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ
ഇപ്പോഴും പള്ളി ഉണ്ടാക്കാനുള്ള മത്സരത്തിലാണല്ലോ. അവർ ജമാഅത്തായിട്ട് നിസ്കരിക്കണം, ഒറ്റയ്ക്ക് ഒരാൾ നിസ്കരിച്ചാൽ കഴിഞ്ഞു കൂടിയാൽ പോരാ എന്നതുകൊണ്ടാണ്. അതേപോലെ നോമ്പും ഒറ്റയ്ക്ക് പോയി നോൽക്കാൻ പറ്റില്ല, ഈ മാസത്തിൽ തന്നെ ലോകത്തോടെ ഒപ്പം തന്നെ ഇത് ചെയ്യണം എന്ന്. ഒരു നോമ്പ് അന്യായമായി വിട്ടുകളഞ്ഞാൽ അതെന്താണ്, അത് അദ്ദേഹം ആയുസ് മുഴുവൻ നോറ്റാലും അന്യായമായിട്ടാണ് വിട്ടതെങ്കിൽ അതിന് സമമാവില്ല എന്ന് റസൂൽ പഠിപ്പിച്ചത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത്രയും ഗൗരവമുള്ളതാണ് നോമ്പ്. സംഘടിതമായിരിക്കണം, ആ കൂട്ടത്തിൽ തന്നെ ചെയ്യണം. ഹജ്ജ് പിന്നെ അങ്ങനെ തന്നെയാണ്, നമുക്കറിയാം. അവിടെ തന്നെ പോകണം, ആ കൂട്ടായ്മയിൽ തന്നെ ആ ദിവസം തന്നെ അത് നിർവഹിക്കും. പക്ഷെ സക്കാത്ത് കാര്യം മാത്രം ആരെയും നമ്മൾ പഠിപ്പിച്ച് സംഘടിതം വേണ്ടതില്ല. അപ്പൊ അത്രയും അക്രമപരമായ ഒരു നിലപാട് സക്കാത്തിനോട് പണ്ഡിതന്മാർ ഉൾപ്പെടെ, അത് ഖുർആൻ തന്നെ പറഞ്ഞതാ, പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഉൾപ്പെടെ സ്വീകരിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് വീടുമെന്നാണ് പറയാം. നിർബന്ധിത സാഹചര്യം എല്ലാത്തിനും ഉണ്ട്. കുഫറിന്റെ വചനം പറയാൻ നിർബന്ധിത സാഹചര്യത്തിന് അനുവാദമുണ്ട്. പലിശയുടെ മുതൽ തിന്നാൻ നിർബന്ധിത സാഹചര്യത്തിൽ ഹറാം അനുവദിക്കപ്പെടുന്നുണ്ട്. പന്നിമാംസം കഴിക്കാൻ നിർബന്ധിത, അതേപോലെ അതില്ലല്ലോ. അത് എപ്പോഴും അതങ്ങ് പന്നിമാംസം കഴിച്ചോളൂ, എപ്പോഴും നിങ്ങൾ പലിശന്റെ മുതൽ തിന്നോളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏത് സമയത്തും അങ്ങനെ കുഫറിന്റെ വചനം തന്നെ അങ്ങോട്ട് ഉച്ചരിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ? സക്കാത്തിന്റെ കാര്യത്തിൽ മാത്രം നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമേ ഒറ്റയ്ക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെടുത്ത്, എന്നിട്ട് അത് കൂട്ടായ്മയിലേക്ക് തരണം. അതിലൊരു ഒട്ടകത്ത് കിട്ടുന്ന കയറാണെങ്കിലും കൂട്ടായ്മയിലേക്ക് വിട്ടു തരാതിരുന്നാൽ അത് കുഫറാണ്, അതിന്റെ പേരിൽ അവർ വധിക്കപ്പെടേണ്ടവരാണ് ഭരണകൂടം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തിരിയാതെ പോവുക. എന്നിട്ട് അത് തിരിയേണ്ടതില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഇസ്ലാമിക പ്രവർത്തകരൊക്കെ സജീവാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. എവിടെ സജീവാവാനാണ്? ഈ അസിൽ തിരിയാത്തവനെ, നിസ്കരിക്കാത്തവരെ ഇസ്ലാമിക പ്രവർത്തനാക്കാൻ നമുക്ക് സാധിക്കുമോ? അയാൾ സജീവമായിട്ട് ഇസ്ലാമിക ബോധത്തിൽ നിലനിൽക്കുമെന്ന് പറ്റില്ലെങ്കിൽ സക്കാത്തിന്റെ കാര്യം മനസ്സിലാവാത്തവനും അവനെ സജീവമായി നിലനിർത്താൻ കഴിയില്ല. നമ്മളുടെ ആകെക്കൂടി പണി എന്താണ്? ഇവരെ ഈ വൃത്തത്തിൽ ഇങ്ങനെ പിടിച്ചു നിർത്തലായിരിക്കും പണി. അതിനുവേണ്ടി അവര് ബൈത്തുൽ കൊടുത്തോ, അയാള് അങ്ങനെ ആക്കിയോ ഇങ്ങനെ ആക്കിയോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് കഴിയില്ല. കാരണം എന്താണ്? ഇയാളുടെ അസിലില്ല. നമസ്കാരത്തോട് ചേർത്ത് വെച്ച സക്കാത്ത് ബോധ്യപ്പെടുത്തി കൊടുത്താലോ എല്ലാം അള്ളാഹു ഏൽക്കും. അയാള് ശുദ്ധിയായ മനുഷ്യനെ അള്ളാഹു ഏറ്റെടുക്കും. ആ ശുദ്ധിയായി കഴിഞ്ഞാൽ എളുപ്പമായി മുഴുവനും അയാൾക്ക് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് പറഞ്ഞിട്ട് തിരിയുന്നില്ല. അത് രണ്ടഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടഭിപ്രായവും അങ്ങോട്ട് തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് പ്രായോഗികമായി തള്ളിക്കളയുന്ന ഒരവസ്ഥ സംഭവിച്ചിരിക്കുകയാണ്. നോക്കും നിങ്ങൾ, കൊല്ലം തികയണം എന്നൊക്കെ പറഞ്ഞാല് അത് യാഥാർത്ഥ്യം തന്നെയാണ്. കൊല്ലം ഹൗൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരു ടാക്സ് കൊടുത്താൽ പിന്നെ ആ ടാക്സ് കൊടുക്കണമെങ്കിൽ അടുത്ത കൊല്ലം കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ സക്കാത്ത് കൊടുത്തവൻ ആ കൊടുത്ത മുതലിന് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ ഇതിനെ എന്താക്കി മാറ്റുന്നു? ഒരു പിഴവുകയാക്കി മറിച്ചു. ഒരു കൊല്ലം കയ്യിലിരുന്നാലേ കൊടുക്കേണ്ടതുള്ളൂ എന്നിടത്തേക്ക് അതിനെ വ്യാഖ്യാനിച്ചു. എന്നിട്ട് ഖുറാന് വിരുദ്ധമാക്കി മാറ്റി. ആർക്കെങ്കിലും വലിയ പ്രയാസമുണ്ടോ? ഖുറാന് വിരുദ്ധം എന്നാണ് ഖുറാൻ പറഞ്ഞു, ആത്തു ഹക്കഹു യൗമ ഹസാദിഹി, വിളവെടുപ്പ് ദിവസം തന്നെ അങ്ങോട്ട് കൊടുക്ക്, എന്നിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഖുറാൻ പറഞ്ഞതിന് വിരുദ്ധമാണ് ഇതെന്ന് സംസാരിക്കുവാൻ. ആ ഖുറാന് വിരുദ്ധമായി കഴിഞ്ഞാൽ അത് മതി, അതാണ് അതിന്റെ തെളിവ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സന്നദ്ധമല്ല. അത് പിന്നെ വിശ്വാസിൽ അങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. കാരണം എന്താണ്? ഇത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തു കൊടുക്കേണ്ട ഇടപാടാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതവിടെ വിഴുങ്ങിയിട്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുക. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. പിശാചിന് അത് മതി. നിങ്ങൾ ലോകത്ത് എന്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയാലും പിശാചിനൊരു കുഴപ്പമില്ല. അയാൾ സക്കാത്ത് നിന്ന് വഹിച്ചാൽ തന്നെ മതി. അയാൾ അതോടുകൂടി അയാളുടെ മൊത്തം ഹറാമായി മാറി. ഹറാമിലെ ഒരു മനുഷ്യൻ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അയാൾ വലിയ വിപ്ലവം ഉണ്ടാക്കി എന്ന് കരുതി ചെകുത്താനറിയാം നേർക്ക് യഥാർത്ഥത്തിൽ അത് ലക്ഷ്യം നേടുകയില്ല എന്ന്. അപ്പൊ ആ ലക്ഷ്യം നേടാത്തവർ എന്ത് തന്നെ ഇവിടെ പ്രവർത്തിച്ചാലും പിശാചിനൊരു കുഴപ്പമില്ല. ലക്ഷ്യം നേടുന്നിടത്തേക്കും വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ബുദ്ധി കാണിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്. പ്രയോഗം എന്താ വെച്ചാല്, പിന്നെ മുത്തിന് കൊടുക്കേണ്ടത് മുത്താരിക്ക് കൊടുക്കുക എന്നൊരു പ്രയോഗമുണ്ട്. മുത്തിന് കൊടുക്കേണ്ട ഒരു മുതൽ കൊണ്ടുപോയിട്ട്, മുത്തിനൊന്നും പറഞ്ഞാൽ പോരെ, സക്കാത്ത് മുത്തിനൊന്നുമല്ല, വൈരത്തിനും അതേപോലെ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ കൊടുക്കേണ്ട. അതങ്ങനെ പറഞ്ഞാലും ഇതില്ല. അതിനേക്കാളും വലുതാ സക്കാത്തിന്റെ മുതല്. സക്കാത്ത് കൊണ്ട് കൊടുത്താൽ ഒരു മനുഷ്യന് അത്രയും വലിയ പുണ്യം. മുത്താരിക്ക് കൊടുക്കുക, എന്നിട്ട് ഈ സക്കാത്തിന്റെ മുതല് ഇങ്ങോട്ട് സദക്കയായിട്ട് നമ്മളെ കൈകൊണ്ട് കുടുംബക്കാർക്ക്, അയൽക്കാർക്ക്, നാട്ടുകാർക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളെ പോലെ നമ്മളോട് കൈകാര്യം ചെയ്യുക. നമ്മളെ മുതലല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണേ ഇല്ല. ഈ മുതല് നിന്റേതല്ല, എട്ടവകാശികളുടെ മുതൽ നിന്നെ ഏൽപ്പിച്ചതാണ്. അതങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഹക്ക് വീടുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരിയണില്ല. മുത്താരിക്ക് പോലല്ല കൊടുക്കുന്നത്. മുത്താരിയെങ്കിലും ആണ്. ഇത് നരകമാണ്. അവൻ അതുവഴി വരിക. മുത്താരിയും കിട്ടൂല അവൻ. ആ ഈ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കാം. 30,000 രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കാർഷിക വിളവനുസരിച്ച് നിസാബത്തി കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക്.
അയാൾ 653 കിലോഗ്രാം, സൂക്ഷ്മതയ്ക്ക് വേണ്ടി 650 പറയാറുണ്ട്, 53 പറയാറുണ്ട്. അപ്പൊ അതിൽ അയാൾക്ക് എത്തിക്കഴിഞ്ഞു 30,000 രൂപക്ക് 28,000 രൂപ കൊടുത്താൽ തന്നെ 45 രൂപയുടെ അരി കിട്ടും. നമ്മുടെ നാട്ടിൽ 45 രൂപയുടെ 28,000 രൂപ ചില്ലേ വരുള്ളൂ. 10,000 വന്നാൽ അയാൾ 750 റുപ്യ നിന്റെതല്ല എന്ന് പറയുന്നു ഇസ്ലാം. കർഷകനോട് പറയുന്നു. കർഷകനോട് പറഞ്ഞാൽ തന്നെ മതി. മാത്രമല്ല കൃഷി നമ്മൾ ഖിയാസാക്കുന്നുണ്ടല്ലോ. കൃഷി നമ്മൾ ഖിയാസാക്കുന്നു. എങ്ങനെയാണ്? ഒരാൾക്കും ഏലം, ഇഞ്ചി, കുരുമുളക് പോലുള്ള സംഗതികളാണ് ഉണ്ടാക്കിയത്. അയാൾ 653 കിലോഗ്രാമിനല്ലല്ലോ. ഏലം ഉണ്ടെങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ 650, അത് ഇതിനോട് ഖിയാസാക്കണം. ഈ കാർഷിക ഉൽപ്പന്നോട് അതായത് അരിയാണെങ്കിൽ അരി, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, ബാർലി ആണെങ്കിൽ ബാർലി, അതിനോട് ഖിയാസാക്കണം. എന്നിട്ട് അത് പൈസയാക്കി കണക്കൂട്ടണം. ഈ ഇതിനെങ്ങനെ എത്ര കിട്ടും, ഏലത്തിന് എത്ര കിട്ടും, വില എത്ര, മാർക്കറ്റിൽ എത്രയാണ് വില, ആ മാർക്കറ്റിലെ വില ഇത്ര കാശാണ്, ഇത്ര രൂപയാണ്, ആ രൂപ ഇത്ര അരിയുടെ കണക്കാക്കി കൊണ്ടുവരണം. ഇതേപോലെ തന്നെയാണ് ശമ്പളം റസൂലിന്റെ കാലത്ത് ചെയ്തിരുന്നത്. ശമ്പളം പൈസ ആയിട്ട് തന്നെ. മറ്റത് പിന്നെ പൈസ അതിന്റെ വിലയൊക്കെ ചോദിച്ച് കൊണ്ടുപോയി വിറ്റിട്ടോ അല്ലെങ്കിൽ കണക്ക് നോക്കിയിട്ടൊക്കെ വേണം. പൈസക്ക് അതും വേണ്ട. 653 കിലോഗ്രാം അരിന്റെ തൂക്കത്തിന്റെ പൈസ തന്നെ അവിടെ കയ്യിലുണ്ട്. ആ കയ്യിൽ കിട്ടിയാലേ 750 രൂപ കൊടുത്ത് അതിന്റെ വലിയൊരു ദൗത്യ നിർവഹണത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാ പറയുന്നു. അങ്ങനെ പറയുന്ന പണ്ഡിതന്മാർ അംഗീകരിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ഇതിന് മുൻതൂക്കം കൊടുക്കല്ലേ വേണ്ടത്? ഇതൊരു ഇടപാടല്ലേ. ആ ഇടപാടിലേക്ക് ഒരാൾ വരികയല്ലേ വേണ്ടത്. ഇത് ഈ കർഷകന് ഈ അർത്ഥത്തിലുള്ള സംസാരത്തിനൊന്നും നോക്കൂ നിങ്ങൾ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ അർത്ഥത്തിലൊന്നും അല്ല. കൊല്ലം തികയണമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശേഖരിക്കാം? ഓരോ വസ്തുവിനും ഓരോ കൊല്ലം തികയാം. ഈ മാസം കിട്ടിയ ശമ്പളത്തിന് എപ്പോഴാ കൊല്ലം തികയാം? അടുത്ത മാർച്ച് ആകുമ്പോഴാണ്. പിന്നെ അടുത്ത ഏപ്രിലിൽ കിട്ടിയ ശമ്പളത്തിന് എന്നാ കൊല്ലം തികയാം? അത് പിറ്റത്തെ ഏപ്രിലിലാണ്. ഈ കോലത്തിൽ കൊല്ലം തികയണം എന്ന് പറഞ്ഞാൽ ഏത് കാലത്ത് എങ്ങനെ ഇത് ശേഖരിക്കാൻ പറ്റും? അയാൾക്ക് ഇനി ഡോക്ടർ ഫീസ് ആണെങ്കിലും ആരുടെ ഫീസ് ആണെങ്കിലും എത്ര വലുതോ ചെറുതാവട്ടെ സംഖ്യ എങ്ങനെ കൊല്ലം തികയും? ഒരു കൊല്ലം കയ്യിലിരിക്കണം എന്നാണ്. ആരുടെ കയ്യിൽ കൊല്ലം കയ്യിലിരിക്കും? ഇത് പ്രകൃതിയോ? ഹദീസുകൾ പലതും ഉണ്ടാവുമല്ലോ. 5 ലക്ഷം ഹദീസുകൾ ഉണ്ടായിരുന്നു. ബുഹാരിക്ക് 5 ലക്ഷം കിട്ടിയിരുന്നു. 4 ലക്ഷം വ്യാജമായിരുന്നു. ഇതൊക്കെ സിദ്ദീഖുകളുടെ പേരിൽ, ഇബ്നു അബ്ബാസുകളുടെ പേരിലൊക്കെ തന്നെയുള്ള ഹദീസുകളാതൊക്കെ. അതേപോലെ പ്രവാചകൻ നേർക്കുനേരെ പറഞ്ഞ ഹദീസുകളായിട്ട് തന്നെയാണ് ഈ സമൂഹത്തിലുള്ളത്. ബുഹാരി തള്ളി എന്ന് കരുതി സമൂഹത്തിൽ നിന്ന് ഹദീസൊക്കെ പോവോ? ഇല്ലല്ലോ. അദ്ദേഹം തള്ളിയത് കൊണ്ട് ഈ ഹദീസൊന്നും ഭൂമിയിൽ ഇല്ലാതാവുകയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഖുർആനുമായി വെച്ച് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തിരിയാതെ പോകുന്നത് എന്തുകൊണ്ട്? അതൊരു തന്ത്രമാണ് പിശാചിന്റെ. ഇവൻ ഇത് തിരിയാതെ മതി, ഇവൻ ഇത് മുത്താരിക്കും കൊടുക്കാനുള്ള ഭാഗ്യം അവന് കിട്ടരുത്, അവന്റെ വലിയ ശിക്ഷ അവൻ ഏറ്റുവാങ്ങണം എന്നത് പിശാചിന്റെ ഒരു അജണ്ടയാണ്. അതുവഴി എന്തു സംഭവിക്കുമെന്ന് പിശാചിന് അറിയാം. അത് ഹക്കടമാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് ഹക്ക് തരാനുണ്ടെങ്കിൽ. റസൂലിന്റെ കാലത്തിൽ സംഭവം ഉണ്ടായി. ആദ്യകാലത്തിൽ അബൂജഹൽ ഒരാൾക്ക് ഒട്ടകത്തിന്റെ കാശ് കൊടുക്കാണ്ട്. ആ ഒട്ടകത്തിന്റെ കാശ് ഈ മനുഷ്യൻ അത് കിട്ടിയിട്ട് വേണം കുട്ടികളെ കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കി ശരിപ്പെടുത്താൻ. അങ്ങനെ ആ മനുഷ്യൻ അത് ഈ അബൂജഹലിനോട് ചോദിക്കാനുള്ള ധൈര്യമല്ല, പേടിയാണ്, അദ്ദേഹത്തെ ഭയമാണ്. അങ്ങനെ അവസാനം ആരെങ്കിലും ഇത് സംഗതി കിട്ടേണ്ടതുണ്ട്. അങ്ങനെ മക്കയിൽ അയാൾ അലയാണ്. അങ്ങനെ അലയുന്ന സമയത്ത് ഒരു സംഘം ആളുകളോട് പറഞ്ഞു, എനിക്കിങ്ങനെ കാശ് കിട്ടാനുണ്ടായിരുന്നു, എന്റെ മക്കൾക്ക് ജീവിതക്കാനുള്ള മാർഗം അതിലാണ്, അതൊന്ന് വാങ്ങിത്തരാൻ. ഇവരെന്ത് ചെയ്തു? ഖുറൈശികൾ ഇത് പ്രവാചകനെ പരിഹസിക്കുവാനുള്ള ഒരവസരമാക്കിയെടുത്ത്. നമ്മൾ കേട്ട കഥ തന്നെയാണ്. ഇസ്ലാം എവിടെ നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇസ്ലാം എവിടെ നിൽക്കുന്നത്, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്. എന്നിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഒരാൾ അങ്ങനെ ഇരിക്കുന്നത്. ആ മനുഷ്യനോട് പോയി പറയാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. റസൂലിന്റെ അടുത്ത് നിന്ന് ഇയാൾ ആരായാലും മതി, നമ്മൾ അങ്ങനെ ഉണ്ട് കുറെ മനുഷ്യന്മാർ, ആരെങ്കിലും ഒന്ന് വന്നു കിട്ടിയെങ്കിൽ എന്ന് ഭൂമിയിൽ എന്ന് വിചാരിക്കുന്ന ഇടപാടിലെത്തിയ മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം പ്രവാചകന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. പ്രവാചകൻ പിന്നെ നിസ്കരിച്ചിരിക്കല്ല ചെയ്തത്, പ്രാർത്ഥിച്ചിരിക്കല്ലേ ചെയ്തത്, മറ്റ് ഇസ്ലാമിക പ്രവർത്തനത്തിന് ഒന്നും പോവല്ല ചെയ്തത്, ഖുർആൻ പഠിപ്പിക്കാൻ പോവല്ല ചെയ്തത്. ആ കൈ പിടിക്കുകയാണ്. കൈ പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അബൂജഹലിന്റെ വാതിലിന് പോയി മുട്ടുകയാണ്. ഇങ്ങനെ മുട്ടാത്തവൻ, ഇതിന് സന്നദ്ധമല്ലാത്തവൻ, അതുകൊണ്ട് ആ സക്കാത്ത് കൊടുത്താലൊന്നും ആരും രക്ഷപ്പെടില്ല. പ്രേരിപ്പിക്കുക തന്നെ ചെയ്യണം. നമുക്കറിയാം ഇന്ന സമ്പന്നന്റെ കയ്യിൽ കാശുണ്ട് എന്നും ഈ ദരിദ്രനൊന്നും ഗതിയില്ലാത്തവനാണ് എന്നും അറിഞ്ഞിട്ടും ഇവരെ തമ്മിൽ കൂട്ടിഘടിപ്പിക്കാത്തവൻ അവനാണ് ദീനിനെ കളവാക്കിയവൻ. ആ സക്കാത്തിന്റെ മാർഗത്തിൽ സംസാരിക്കാത്തവൻ, പണിയെടുക്കാത്തവൻ, അവൻ ദീനിനെ കളവാറായിത്തല്ലതീ എന്ന് പറഞ്ഞാൽ പാപ്പില്ലാത്ത മക്കളെന്ന് നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല. സംരക്ഷിക്കാൻ ആളില്ലാത്ത മുഴുവൻ ജനതയും എത്തീങ്ങളാണ്. സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത വാപ്പ മക്കളെ കണ്ണിട്ട് നോക്കി കരയാ. എന്തിനു മക്കളായിട്ട് നീ പറഞ്ഞു മോളെ,
ഞാൻ എന്താ ചെയ്യാം? നമുക്കൊരു വീടില്ല, നമുക്കൊരു പാർപ്പിടമില്ല. ഇതാ അയാൾ വന്നിട്ട് നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു, വാടകക്കാരൻ. അങ്ങനെ പറഞ്ഞ് കരയുന്ന ഞാനൊരാളായി പറന്നുപോയല്ലോ എന്ന് ഒരു നിവൃത്തിയില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരൊക്കെ യത്തീമളാണ്. യത്തീമ സംരക്ഷിക്കാൻ ആളില്ലാത്തവരാണ്. ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാത്തവൻ നമസ്കരിക്കും, 5 നേരം വന്ന് നമസ്കരിച്ച് അള്ളാഹുവിനെ പരിഹസിക്കും. അള്ളാഹുവിന് അറിയാം. അതുകൊണ്ടാണ് അവരെ നമസ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ മറിച്ച് അയാളുടെ ആവശ്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലോ. ഞാൻ ഈ അടുത്താ കണ്ടത് 10 വർഷം ഇത്തികാഫിരിക്കുന്നതിലേറെ പുണ്യമെന്ന്. 10 വർഷം ഞാൻ ഇതുവരെ 40 ദിവസം മസ്ജിദ് നബവിയിൽ 40 ദിവസം ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമെന്ന്. നേരെ മറിച്ച് ഇപ്പൊ കണ്ടത് ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് 10 കൊല്ലം ഇത്തികാഫിരിക്കുന്നതിലേറെ പുണ്യം ഈ ഒരു മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കും. കാരണം അതാണ് ദീനിന്റെ മർമ്മം. ഈ അർത്ഥം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണില്ല, മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവാതെ പോകുന്ന ഒരവസ്ഥയാണ്. മാത്രമല്ല ഇതിലങ്ങോട്ട് കയറി പറയുന്ന ആളുകളാണ് കുടുംബത്തിന് സക്കാത്ത് കൊടുത്താൽ വീടും നിങ്ങൾ കുടുംബക്കാർക്കാണ്, ഏറ്റവും അടുത്ത കുടുംബക്കാർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ആർക്കാണ് കുടുംബമില്ലാത്തത്? ആർക്കാണ് സ്വന്തക്കാരില്ലാത്തത്? സക്കാത്തിന്റെ അവനവന്റെ മുതലെടുത്തിട്ടല്ലേ കുടുംബക്കാർക്ക് കൊടുക്കേണ്ടത്. ഇത് അവനവന്റെ മുതലല്ല എന്നുള്ള പറഞ്ഞില്ലേ? 8 അവകാശികൾ നിർണയിച്ചിട്ട് ഫരീളത്ത മിനല്ലാഹ് എന്നുള്ള പറഞ്ഞതല്ലേ? പക്ഷെ തിരിയണില്ല. അല്ല പറഞ്ഞിന് ആ ഖുർആൻ അങ്ങനെ ആയത്തൊക്കെ ഉണ്ട്. അതൊക്കെ മൂപ്പർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ മൂപ്പർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇതൊക്കെ കൂടി ഒന്ന് മുളകിട്ടിട്ട് ആ അർത്ഥത്തിൽ കൂടെ പറയാം ആളെ കിട്ടണം. ആളെ കിട്ടണമെങ്കിൽ ഒക്കെ പറയേണ്ടി വരും. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിന്നു കൊടുക്കേണ്ടി വരും. പുരോഹിതന്മാർ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. പുരോഹിതന്മാർ ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് എന്നാ അങ്ങനെ ആയിക്കോട്ടെ, എന്നാ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സൗകര്യം ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലാണെങ്കിൽ അത് നല്ല ഉസ്താദ് അങ്ങനെയുള്ള ഉസ്താദന്മാരെയാണ് ആളുകൾക്ക് ആവശ്യം. അതുകൊണ്ട് ഹക്കിന്റെ കാര്യത്തിൽ അത് പറഞ്ഞാലേ അള്ളാഹു വെറുതെ വിടുകയില്ല. മുതലുണ്ട് കിട്ടാനുള്ളതാ, മുതൽ കൊടുക്കാനുള്ളതാ. ഹക്കടപാട് 8 അവകാശികൾക്ക് കൊടുത്ത് വീട്ടേണ്ടതാ. അത് കൊടുക്കാതെ അള്ളാഹുവിന്റെ അടുത്ത് രക്തസാക്ഷിയായിട്ടും കാര്യമില്ല. അള്ളാഹു അത് സ്വീകരിക്കുകയില്ല ഹക്കടപാടി വിട്ടാതെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഒരൊറ്റ ആയത്തിൽ തന്നെ കുടുംബത്തിലേക്ക് സക്കാത്ത് വഴിമാറപ്പെടും, കുടുംബക്കും അയൽവാസിക്കും അതുപോലുള്ള നാട്ടുകാർക്കും ഒക്കെ കൊടുക്കുന്നിടത്തേക്ക് അത് വികസിക്കും എന്നറിയണത് കൊണ്ട് വേറൊരു ആയത്തിലേക്ക് പോലും മാറ്റാതെ ഈ കാര്യങ്ങൾ മുഴുവൻ ഒരൊറ്റ ആയത്തിൽ തന്നെ കേന്ദ്രീകരിച്ചു പറഞ്ഞു. അത് വേറെ ആയത്താണെന്ന് പറയാൻ പോലും ഇടവരുത്തരുത്. അതുകൊണ്ട് അള്ളാഹു ഒരൊറ്റ ആയത്തിൽ പറഞ്ഞ പിന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്താണ് ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഞാൻ ഓതി കേൾപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കാര്യമായി കൊണ്ടു നടക്കുന്ന നമസ്കാരത്തെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയാണ്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞതുകൊണ്ട് ഒരു പുണ്യവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതൊന്നും പുണ്യമാണ് എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ നടക്കേണ്ട. നമ്മൾ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് തിരിയാണ്, കിഴക്കോട്ട് തിരിയുന്ന ആൾക്കാരുണ്ട്. കിഴക്കാണ് അവർക്ക് കിബില, കഅബയുള്ളത്. അപ്പോ അങ്ങനെ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിട്ടൊന്നും യാതൊരു ഫലവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്താണ് യാഥാർത്ഥ്യം എന്ന് അല്ലാഹു പറയാണ്. വലാകിന്നൽ ബിർറ, ബിർറ ഇവിടെ കിടക്കുന്നത് അറിയോ? ബിർറ ഇവിടെ കിടക്കുന്നത് അല്ലാഹുൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൻ നബിയീന. അതേപോലെ ഈമാൻ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഈമാൻ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു, വേദവും അതുപോലുള്ള സംഗതികളൊക്കെ ആഖിറവും ഒക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ആദ്യം തന്നെ ചെയ്യേണ്ടത്? പോയി നിസ്കരിക്കല്ല ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ ആത്തൽ മാല അലാ ഹുബ്ബിഹി. ഇത് ഇത്തരം ആയത്തൊക്കെ ഓതുമ്പോൾ എല്ലാവരുടെ കണ്ണിലേക്ക് നോക്കി കേൾക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ ഉറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. ഉറക്കം വരും. അതുകൊണ്ട് ഞാൻ ഉണർത്തി തന്നെ പറയാം, ഇതൊന്ന് തിരിയേണ്ടതുണ്ട് ഈ കൗമന്. എന്റെ അളാപ്പാന്റെ മോൻ ഇപ്പൊ വിളിക്കും, അളാപ്പാന്റെ മോൻ കഴിഞ്ഞതുണ്ട്, മറ്റോടത്ത് മോൻ കഴിഞ്ഞതുണ്ട്. ഇതൊക്കെ 99,000 ഉറുപ്പിയെന്ന് കൊടുക്കണം എന്നുള്ളത് അള്ള പറയുന്നത്. ഇത് കൊടുക്കണം. ആരോടായി പറയുന്നത്? നാടും വീടും വിട്ട് കുടുംബവും വിട്ട് എളാപ്പാനി മൂത്താപ്പാനി ഒക്കെ വിട്ട് ഹിജ്റ വന്ന ജനതയോടാ. എല്ലാം വിട്ടിട്ടുണ്ട്. തൊഴിലും അതേപോലെ സമ്പത്തും. ഷുഐബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഷുഐബ് റൂമി അദ്ദേഹം എന്താ വിട്ടത്? അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന്, ഇന്ന് കോടിക്കണക്കിന് എന്ന് പറയേണ്ടി വരും. ഇന്നാണെങ്കിൽ കോടിക്കണക്കിന് സമ്പാദ്യം ഹിജ്റ പോവാൻ വേണ്ടിയിട്ട് മക്കയിൽ നീ സമ്പാദിച്ചതാണ്. ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ടേ നീ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഞങ്ങൾ വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത് മുഴുവൻ അങ്ങോട്ട് തന്നാൽ നിങ്ങൾ എന്നെ വിടുവോ എന്ന് ചോദിച്ചു. വിടാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് മുഴുവൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ഒട്ടകത്തിന്റെ മുകളിൽ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്, നാണയങ്ങളും പലതും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ആയിട്ട് അദ്ദേഹം പോകുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? തടയുന്നത്, ശത്രുക്കൾ തടയുന്നത്.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെയാണ് വിട്ടുവന്നാലും എന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുത്തനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുറച്ച് ആളുകൾക്ക് തോന്നി, ഇദ്ദേഹം ഇട്ട നല്ല വിലപിടിപ്പുള്ള ഒരു ഷർട്ട് ഉണ്ട്, കുപ്പായം. ആ കുപ്പായം കുപ്പായം ഇത് കുടിച്ചു കൊണ്ടുപോണ്ടാണ്. എന്നിട്ട് ഉടുതുണിയിൽ അതൊരു അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമാണ്. ആ തുണിയെങ്കിലും കൊടുത്തു. ആ ഉടുതുണിയിൽ വരുന്ന ഷുഹൈബ് റൂമിയെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു, റബ്ബി ഷുഹൈബ് നേടിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള ആളോടാണ് ഈ പറയുന്നത്, ഈ ജനതയോടാ പറയുന്നത്. ഇങ്ങനെ നാടും വീടൊക്കെ കൊടുത്ത നമ്മളെപ്പോഴെങ്കിലും കൊടുക്കുന്ന ആളുകളാ ഇസ്ലാമും ദീനും ഒക്കെ. എന്നിട്ട് സക്കാത്തിന്റെ കാര്യം പോലും അതിന്ന് വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് ഈ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളച്ചൊടിക്കും, പിശാച് നിങ്ങളെ കൊണ്ട് ഓടിപ്പിക്കും, അത് കുടുംബത്തിലേക്ക് ചെലവഴിപ്പിക്കും എന്നതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് സമ്പത്ത് ഏറെ ആവശ്യമുണ്ടായിരിക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഒരുപാട് ആവശ്യമുണ്ട്, കാത്തിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ തന്നെ അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പരിസംരക്ഷിക്കണം. അതിൽ നിന്നാ കുടുംബം ആദ്യം പറയും. കുടുംബത്തോടാണ് ആദ്യം ബാധ്യത. കുടുംബത്തോടുള്ള ബാധ്യത സക്കാത്തിന്റെ മുതലെടുക്കാനല്ല. അപ്പോഴും അങ്ങനെ ചിന്തിക്കല്ല. ആദ്യം ഈ 97 നിന്ന്, അല്ലെങ്കിൽ 20 ലക്ഷം ഉണ്ടെങ്കിൽ 19,50,000 നിന്ന് കുടുംബത്തിലേക്ക് തിരിയണം. ആ കുടുംബത്തിലേക്ക് തിരിയണം. വല്യത്താമ, നേരത്തെ പറഞ്ഞ അനാഥകളിലേക്ക് തിരിയണം. അനാഥകൾ എന്ന് പറഞ്ഞാൽ ഇതാ നേരത്തെ പറഞ്ഞ വാപ്പല്ലാത്തവരൊന്നല്ല. വാപ്പല്ലാത്തവരതിൽ പെടും. പക്ഷേ ജീവിക്കാൻ വകയില്ലാത്തവരിലേക്ക് നിങ്ങൾ തിരിയണം. ആരോടാ പറയുന്നത് ഓർമ്മ വേണം. ഒക്കെ ഉപേക്ഷിച്ചു വന്ന ജനതയോട് അവരോടാ പറയുന്നത്, നമ്മളെ മാതിരിയുള്ള ആളുകളല്ല. എന്നിട്ട് പറയുന്നു വൽ മസാക്കീൻ, മിസ്കീനുകളെ, ഒറ്റവകാശികൾ മിസ്കീനും അതേപോലെ തന്നെ യത്തീമുകളെ മിസ്കീൻ അതിൽപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ കൊടുക്കണം. സക്കാത്തിന്റെ വിഹിതം മാത്രം കൊടുത്താൽ പോരാ. അവർക്ക് നിങ്ങളെ മിസ്കീനുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും കൊടുക്കണം. ഈ സക്കാത്ത് അല്ലാത്ത മുതലിലും കൊടുക്കണം. അബിനിസബീൽ, യാത്രക്കാരും സക്കാത്തിന്റെ അവകാശികൾ പെട്ടതാണ്. പക്ഷെ യാത്രക്കാർക്ക് എട്ടവകാശി സക്കാത്ത് കമ്മിറ്റി മാത്രം കൊടുത്താൽ പോരാ, അതിന് നിങ്ങൾ കൊടുക്കണം. അയാൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയെങ്കിൽ അയാൾ സക്കാത്ത് കമ്മിറ്റി നോക്കിക്കോളെന്ന് പറയരുത്. അയാൾക്ക് ഈ 19 ലക്ഷത്തിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. വസായിലീന, ചോദിച്ചു വരുന്നവർ, കൈകെട്ടുന്നവനെ സക്കാത്ത് ഏറ്റോളും വന്നകട്ടെ അവിടെ കമ്മിറ്റി അവിടെ ഞാൻ അവിടെ കൊടുത്തൊന്നും വിടരുത്. ഈ 19 ലക്ഷത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം. അല്ലാഹു പറയാ, അയാൾക്ക് എടുത്തു കൊടുക്കണം. മാത്രമല്ല വഫിരിഖാബ്, അടിമത്ത മോചനത്തിന് ഇസ്ലാമിക പ്രവർത്തനം അടിമത്ത മോചനം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിലേക്കും സോഷ്യലിസത്തിലേക്കും മതേതരത്തിലേക്കും അന്തക്കേടിലേക്കും ആളുകളെ കൊണ്ടുപോകുമ്പോ അതിൽ നിന്നൊക്കെ വിമോചിപ്പിച്ച് അള്ളാഹുലേക്ക് മുഖം തിരിപ്പിക്കുന്ന, വജ്ഹത്ത് ചൊല്ലിപ്പിക്കുന്ന ആ ഇസ്ലാമിക പ്രവർത്തനം, ജാതി മതഭേദമന്യേ അങ്ങനെ ഇസ്ലാമിക പ്രവർത്തനത്തിന് അത് സക്കാത്തിൽ കമ്മിറ്റിയിൽ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെന്ന് പറഞ്ഞ് ആ കമ്മിറ്റിയിലും അതിലുണ്ട്, എട്ടവകാശത്തിൽപ്പെട്ടതാണ്. പറ്റൂല. അത് സക്കാത്തിന്റെ വീതം കൊണ്ട് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. നിന്റെ 19 ലക്ഷത്തിൽ അത് ഉൾപ്പെടും. അല്ലെങ്കിൽ നിന്റെ 30,000 അത് ഉൾപ്പെടും. അയാൾ സ്വർണ്ണ നിസാബാക്കിയ എന്താ അവസ്ഥ നമുക്കറിയാലോ. ഒരിക്കലും അഗതികളായിട്ട് ഒരു ബന്ധമില്ലാത്ത കോലത്തിൽ ആ സ്വർണത്തിന്റെ കുതിച്ചു കയറ്റം. അതിപ്പോ വെള്ളിയിലേക്കും അത് വരാൻ പോവാണ്. ഇപ്പൊ പണ്ഡിതന്മാരെ ഐക്യകണ്ഠേന ലോകത്തിൽ തന്നെ സ്വർണം നിസാബാക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്തെത്തി. അടുത്ത കാലത്ത് തന്നെ വെള്ളിയും പാടില്ല എന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ വെള്ളിയുടെ വിലയും കുതിച്ചു കയറും. അവസാനം എവിടേക്ക് വരേണ്ടി വരും? അള്ളാന്റെ റസൂൽ നിസാബ്, ഇത് രണ്ടും അള്ളാന്റെ റസൂൽ നിസാബാക്കിയിട്ടില്ല. നിസാബാക്കിയത് സ്വർണത്തിന്റെ നിസാബാണ് 10.5 പവൻ എന്ന് പറയുന്നത്. സ്വർണത്തിന് വെള്ളിയുടെ നിസാബാണ് 590 ഗ്രാം വെള്ളി എന്ന് പറയുന്നത്. എന്നാൽ മൊത്തം സംഗതിയുടെ ശമ്പളത്തിന്റെ ഈ വകുപ്പുള്ള നിസാബ് അള്ളാന്റെ റസൂലും സഹാബികളും എന്താണ് ആക്കിയത്? ഈ ധാന്യത്തോടെ ഹോമിച്ചത്. അങ്ങനെ ആകുമ്പോൾ 30,000 രൂപ ഉണ്ടെങ്കിൽ ആ ഉൾപ്പെടെ ഇന്ന് നീ 29,000 ചെലവഴിക്കണം. അടിമ ഇസ്ലാമിക മാർഗത്തിൽ നിനക്ക് ചെലവഴിക്കാൻ കഴിയണം. എന്നിട്ട് അതോടൊപ്പം അഖാമസ്സല, നീ നമസ്കാരം സ്ഥാപിക്കണം. പള്ളിക്ക് എടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നതാണ്. പള്ളിന്റെ നടത്തിപ്പിലേക്ക് സക്കാത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അഖാമസ്സല അത് വേറെ തന്നെയാണ്. നിങ്ങൾ ഈ 19,50,000 പള്ളി ഉണ്ടാക്കണം. പള്ളിന്റെ നടത്തിപ്പും മുഅദ്ദിനും അതേപോലുള്ള ആളുകൾക്കൊക്കെ കാശും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക സക്കാത്ത് വേറെ കൊടുക്കണം. ഇതൊക്കെ ചെയ്തതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം? സക്കാത്ത് വേറെ കൊടുക്കണം. അതെടുത്ത് കൊടുക്കരുത്. അതെടുത്ത് പള്ളിക്കോ അയൽവാസിക്കോ നാട്ടിലേക്കോ കൊടുക്കരുത്. അത് ഇതിൽ നല്ല കൊടുക്കേണ്ടത് അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേറെ തന്നെ പറഞ്ഞതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഒരേ ആയത്തിൽ തന്നെ ഇത് പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിന്ന് എടുത്തു കൊടുക്കണം. ആര് നമ്മളോട് ഇത് പറഞ്ഞു? സക്കാത്ത് വേറെ തന്നെ കൊടുക്കണം.
എന്നിട്ട് കരാറുകൾ ഉണ്ടാക്കണം ആളുകൾ. കരാറുകൾ ഏർപ്പെടണം, അവ പാലിക്കുകയും ചെയ്യണം. പ്രതിസന്ധികളും ആപത്ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോ യുദ്ധവേളയിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ക്ഷമ പാലിക്കണം. അതിലൊക്കെ ഉൾപ്പെടെ ഇതൊക്കെ വരും. വിശ്വാസ സമൂഹത്തിൽ അങ്ങനെയാണ് റോമും പേർഷ്യയൊക്കെ റസൂൽ അതിജയിച്ചത്. ഉലൈകല്ലദീന സദഖൂ, ഈ തർത്തീബ് പാലിക്കുന്നവരാണ് സത്യവാന്മാർ. കള്ളന്മാരാണ് മറ്റേന്ന്. ഇതിന് അട്ടിമറിച്ച് കൊടുത്തവരൊക്കെ ഇത് കുടുംബത്തിന് കൊടുക്കാമെന്നും അതങ്ങനെ കണ്ട് കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിന് തന്നെയാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാമിൽ അങ്ങനെ ഹദീസുണ്ട്, ഇങ്ങനെ ഹദീസുണ്ട്, ആയത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനൊരു ഒട്ടകത്തിന്റെ കയറെടുത്താൽ അവർ കാഫിറാണ് എന്ന് വരുത്തി വെച്ച അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത ഏറ്റവും അടുത്ത അനുചരനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട്, അതാ പ്രായോഗികമായി തള്ളുന്ന പറഞ്ഞത്, അല്ലാതെ വാക്കുകൊണ്ട് തള്ളുന്നതല്ല പറഞ്ഞത്, പ്രായോഗികമായി തള്ളിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് ഇത്ര നിന്ദ്യത, ഈ സമുദായം ഇത്ര നിന്ദ്യത അനുഭവിക്കാനുള്ള കാരണം എന്താണ്? ദീനിന്റെ ചില കൽപ്പനകൾ എടുത്ത് മറ്റു ചിലത് മാറ്റിവെച്ചു. എന്താണ് ചില കൽപ്പന? നിസ്കാരം എടുത്തു, സക്കാത്ത് എടുത്തില്ല. നിസ്കാരം എടുത്തു, വിക്റും ദുആകളൊക്കെ എടുത്തു, ഹത്മിയത്തോ ഖിലാഫത്തോ ശരീഅത്തോ അതേപോലെ ദഅവത്തോ അതേപോലെ സക്കാത്തോ ഒന്നും എടുത്തില്ല. അതൊക്കെ അവിടെ കിടന്നു. അതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒരൊറ്റ തള്ള്. 30 ജുസ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീനാണെന്ന് അംഗീകരിച്ചില്ല. അതാണ് പറ്റിയ അബദ്ധം. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് തഖ്വയുള്ളവരും. തഖ്വ ഉണ്ടാവാൻ വേണ്ടിയുള്ള നോമ്പ് കേൾക്കാൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, അതേ പ്രയോഗമാണ്. ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ ഈ തർത്തീബ് പാലിച്ച് സമ്പത്തിനെ കൊണ്ടുവരണം, അവിടേക്ക് പ്രവർത്തകരെ വാർത്തെടുക്കണം. അവർ ചെറിയ സംഘമാണെങ്കിലും അള്ളാഹു അവരിലേക്ക് ഇറങ്ങും. അധിക സംഘവും മുനാഫിക്കുകളാണെങ്കിലും കുറച്ച് സംഘം അതിൽ ഉണ്ടായാൽ അള്ളാഹു അവരെ സഹായിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. റസൂലിനെ സഹായിച്ചു. അങ്ങനെയാണ് അവർക്ക് ഈ ജയം മുഴുവനും നേടാൻ സാധിച്ചത്. യമനിൽ സമ്പത്ത് കുന്നുകൂടിയത്, അങ്ങനെ കുന്നുകൂടിയിട്ട് എന്തായി മാറി? മദീനയിലേക്ക് ഒഴുകിയത്. നോക്കൂ നിങ്ങൾ. മാത്രമല്ല ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെ സ്വർണത്തിന് ആഭരണമാണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട. അതും പണ്ഡിതന്മാര് 10,000 പങ്കെടുക്കുന്ന, അയാൾ പ്രസംഗിക്കാൻ വായ തുറന്നാല് 10,000 കേൾക്കുകയാണ് കേരളക്കാരിക്കട്ടെ. അയാള് അത്ര പോലുള്ള ആളുകൾ വിളിച്ചു പറയുന്നത് ആഭരണത്തിനൊന്നും സക്കാത്തില്ല, അത് എത്ര വെച്ചാലും എത്ര ഉണ്ടാക്കി ആഭരണമാക്കിയാലും നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയണം. ആഭരണത്തിന് സക്കാത്താണെങ്കിലോ ഖുർആൻ നേരെ പറഞ്ഞതാ. സമയമല്ല, ഖുതുബാവിന്റെ രീതിയിൽ അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ആബത്തുൽ സക്കാത്ത് അള്ളാഹു നേരെ പറഞ്ഞു. ലാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലെങ്കിൽ വിശ്വാസികളെ, അധിക പണ്ഡിതന്മാരും ഭൂരിപക്ഷ പണ്ഡിതന്മാരും മുഴുവൻ പുരോഹിതന്മാരും ജനങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തടയുകയും ജനങ്ങളുടെ മുതൽ അന്യായമായി അത് തിന്ന് കൂട്ടിവെച്ച് ഭുജിക്കുകയും ചെയ്യും അവർ എന്ന് പറയുകയും, എന്നിട്ട് അവർ തിന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുതൽ എന്താണ്? വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശിറുഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയൊക്കെ പണ്ടവും പൈസയൊക്കെ ആയിട്ട് അവരുടെ കയ്യിലുണ്ട്, വീടുകളിലുണ്ട്. ആഭരണമായിട്ട് തന്നെയുള്ള സ്വർണ്ണം ഉണ്ടാവുള്ളൂ. അല്ലാതെ കട്ടിയാക്കിയിട്ട് ഇങ്ങനെ ഉരുക്കി വെച്ചിട്ട് ആരെങ്കിലും വെക്കുവോ സ്വർണം? അപ്പം എന്നിട്ട് അത് അടുത്ത ആയത്തിൽ ആഭരണം തന്നെയാണെന്ന് വ്യക്താക്കുണ്ടല്ലോ. ആഭരണം തന്നെയാണെന്ന് തൊട്ടടുത്ത ആയത്തിൽ തന്നെ അതിനോട് ചേർത്ത് വെച്ച ആയത്തിനെ പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ വീടുകളിലുണ്ട് സമ്പത്തും സ്വർണവും ആഭരണവും ഒക്കെ ആയിട്ട് കൂട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും സക്കാത്ത് കൊടുക്കൂല അവർ. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ എന്ത് ചെയ്യില്ല, നിർബന്ധ ചെലവ് പോലും അവർ സക്കാത്ത് കൊടുക്കാതെ പിന്നെ എത്ര കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. നിസ്കരിക്കാത്തവർ തന്നെ എത്ര അമൽ ചെയ്തിട്ടെന്ത് കാര്യം? അത് ഫലമില്ലല്ലോ. അതേപോലെ സക്കാത്ത് കൊടുക്കാത്ത മുതലുകൊണ്ട് അവൻ ഇൻമാനെ നോക്കിയാലും നാട്ടുകാർ നോക്കിയാലും ഒക്കെ അതിനൊരു ഫലവുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവനെ പരിഹസിക്കുകയാണ്. സന്തോഷിക്കുക, കാത്തിരിക്കുന്നുണ്ടോ നിന്നെയൊക്കെ. അദാബിൻ അലീം, അങ്ങേയറ്റം ഒരു വിടുതിയില്ല. അട്ടഹസിച്ചാൽ പോലും വിടാത്ത ശിക്ഷ. നരകത്തെ കാക്കുന്ന മലായിക്കത്തിനെ വിളിക്കേണ്ട ഗതികേട്. മലക്കുകളെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കാത്ത മലക്കുകളെ വിളിക്കേണ്ട. അള്ളാഹിനെ വിളിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ മലക്കുകളെ വിളിക്കുന്ന, അങ്ങനെ കഴിച്ചിലാവാത്തൊരു നരകം അവർക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് എന്തിമേലാണ് അവർ പറയുക? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ വതുഖ്വാ ബിഹാ ജിബാഹും വജുനൂബഹും വദുഹൂറുഹും. ഇതേ സമ്പത്ത് നരകത്തിയിലിട്ട് പഴിപ്പിച്ചുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും അതേപോലെ കഴുത്തുകളിലുമൊക്കെ മുതുകുകളിലൊക്കെ ചൂട് വെപ്പിക്കും. ആഭരണാണിത്. ആഭരണം തന്നെയാണെന്ന് ഇതിന്ന് വ്യക്തമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഈ സക്കാത്ത് കൊടുക്കാത്ത ആഭരണങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് അവരുടെ പാർശ്വങ്ങളിൽ ചൂട് വെപ്പിക്കുന്ന ദിനം. ഇതാണ് എന്റെ സമ്പാദ്യം. അതുകൊണ്ട് അത് നീ എന്ത് ചെയ്യ, അതിന്റെ രുചി നീ ആസ്വദിച്ചു കൊള്ളുക. ഇനി മുതൽ സ്വർണവും നീ തട്ടാനുമായിട്ട് അങ്ങനെ കഴിഞ്ഞു കുടിക്കുക നരകത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് വ്യക്തമായി പറഞ്ഞതിനെ പോലും അങ്ങോട്ട് വിളിച്ചു പറയാണ്. ആഭരണമാണെങ്കിൽ
റസൂലാണെങ്കിൽ ഒരു വള പിടിച്ചിട്ട് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1.5 പവന് മുകളിൽ ഉണ്ടെങ്കിൽ സക്കാത്ത് ആഭരണം വാങ്ങുന്ന ആഭരണം സക്കാത്ത് കൊണ്ട് ശുദ്ധീകരിച്ച് വാങ്ങണം. എന്നിട്ട് പിന്നെ 1.5 പവന്റെ മുകളിൽ ഉണ്ട് എങ്കിൽ അതിന് മുഴുവനും സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം, ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം. ആ അർത്ഥത്തിൽ തള്ളിപ്പറയുന്ന പുരോഹിതന്മാരുടെ കയ്യിലാണ് ഇന്ന് ജനത മുഴുവൻ ഉള്ളത്. അതുകൊണ്ട് ഈ സക്കാത്തിലേക്ക് കടന്നു വന്നാലുള്ള മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും സക്കാത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നു, ഈ പള്ളിയിൽ വെച്ച് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സക്കാത്ത് ഇനി കൊടുക്കാൻ പോവാണ് അള്ളാഹു എന്ന് പറഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ, ആരാണേലും അനിയെന്ന സമ്പന്നൻ എന്ന അർത്ഥമല്ല, ഈനുള്ളവന്റെ പരിധിയാണ് നിസാബ്. നിസാബ് എത്തിയവെന്നേ ഇതിന് അർത്ഥമുള്ളൂ. എന്നിട്ട് ഏതോ മുതലാളി, എന്നിട്ട് ഹദീസാൻ തോന്നിരിക്കുന്നത് പിന്നെന്താണ് ഇതാണ് ഹദീസ പറയല്. ധനികരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് സക്കാത്തിനെ കുറിച്ച് ആവൂലല്ലോ. ഫക്കീറിന് മാത്രം കൊടുക്കാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഫക്കീർ എട്ടവകാശികൾ ഒരാൾ മാത്രമാണ്. അപ്പൊ ആ അർത്ഥത്തില് അപ്പൊ എന്താണ് അർത്ഥം? അത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫക്കീർ മാത്രമല്ലോ, ഒരവകാശികളല്ലോ. അത് നിങ്ങളുടെ ധനികരായ ആളുകളിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കേണ്ടതുണ്ട്. ധനികർ എന്ന് പറഞ്ഞാൽ തൊഴിലെത്തിയ ആളുകളുടെ മുഴുവനും നിങ്ങൾ സക്കാത്ത് ശേഖരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫക്കീർ തന്നെ എല്ലാ വിഭാഗത്തിലും 8 അവകാശികളിലും വരും ഫക്കീർ. അതുകൊണ്ടാണ് ഇന്നമ സദഖാത്തുൽ ഫുഖറ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, ഇത് വലിയ അനുഗ്രഹീതമായ ഒരു പഠനമാണ്, ഒരു ഇതങ്ങാനും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഇത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അയാളെ നമസ്കാരം ഉൾപ്പെടെ ചളമാക്കപ്പെടുകയും ചെയ്യും. പിശാചിന് അതാണ് വേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് ആരെങ്കിലും സക്കാത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ അവരവരുടെ സമ്പത്തിനെ ഇരട്ടിപ്പിക്കുക തന്നെയാണ്, ഇരട്ടിപ്പിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് എത്ര ദാരിദ്ര്യവും അതേപോലെ കടക്കാർക്ക് സമ്പത്തില്ല സക്കാത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ്, വ്യാപകമായി പഠിപ്പിക്കേണ്ടതുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മളിത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിസ്കരിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. അവർക്ക് അവരുടെ അണികളിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി ചെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരിന്ന് പറ്റില്ലെങ്കിൽ നാളെ പറ്റുമോ, നാളെ പറ്റില്ലെങ്കിൽ മറ്റന്നാൾ ഒന്ന് വന്നാൽ നിങ്ങൾക്ക് അരമണിക്കൂർ തരുമോ എന്ന് ചോദിക്കണം. മറ്റന്നാളും പറ്റില്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ എപ്പോഴാ വരിക? അങ്ങനെ ഫോളോ ചെയ്യണം. ഏത് മാതാവും സമ്മതിക്കേണ്ടി വരും. ഞങ്ങൾക്കൊരു ഗൗരവമുള്ള വിഷയം സംസാരിക്കാനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റണം. അങ്ങനെ അയാളെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അണികൾക്ക് ഈ ഒരു സത്യം നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്ന് പറയാത്തവൻ ദീനിനെ കളവാക്കിയവനാണ്, സക്കാത്തിന് പ്രേരിപ്പിക്കാത്തവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. മരണമുഖത്തെത്തിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തോളാം, സദഖ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും അല്ലാഹു അവസരം നൽകുകയില്ല എന്ന് പറഞ്ഞ ഈ സക്കാത്തിന്റെ മേഖലയിൽ അനുഗ്രഹീതമാവിധം ഇറങ്ങി പണിയെടുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.